ഇന്നിവിടെ കാനഡ ഡേ ആണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് റിവർഡെയിൽ പാർക്കിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ പരേഡും ബാക്കിയുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഇവിടെ പാർക്കിനുള്ളിൽ കുറേ ആക്ടിവിറ്റീസും ഗെയിംസും ഫുഡ് ട്രക്കുകളും എല്ലാം തന്നെ ഇപ്പോൾ തന്നെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അവിടേക്ക് പോവാം. ഇവിടെ നല്ല ഭംഗിയിൽ കാനഡ എന്ന് എഴുതി വെച്ചിട്ട് അതിന് ചുറ്റും നിറയെ ബലൂൺസൊക്കെ വെച്ചിരിക്കുന്നതാണ്. കാനഡയുടെ സ്പെഷ്യൽ ഇവൻ്റായ റെസ്ലിങ്ങിൻ്റെ ഒരു സ്റ്റേജാണിത്. ഇവിടെ അധികം സമയം വൈകാതെ തന്നെ റെസ്ലിങ്ങിൻ്റെ ഒരു ജസ്റ്റ് ഡെമോ അവർ കാണിക്കുന്നതാണ്. ഇന്നിവിടെ കാനഡയാണ്. കാനഡയുടെ ഇവൻ്റ് പ്രമാണിച്ച് ഇവിടെ അടുത്തുള്ളൊരു പാർക്കിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. ഇവിടെ എല്ലാവരും റെഡും ഇട്ട് എല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പരേഡ് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ. ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട്. സ്റ്റാളുകളിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തർ അവരവരുടെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ വിൽക്കുന്നതിനും ബാക്കി എല്ലാത്തിനുമായിട്ട് ഇവിടെ സ്റ്റാളുകളും ഇട്ടിട്ടുണ്ട്. സ്റ്റാളുകൾ കൂടാതെ കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും കളിക്കാനുള്ള റൈഡുകളും അവിടെ കാണുന്നുണ്ട്. ഇവിടെ കുറേ ഫുഡ് ട്രക്കുകൾ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ വാങ്ങിക്കാം കേട്ടോ. ഇവിടെ തിരക്കുകൾ വന്നുള്ളൂ. ഇപ്പോൾ പരേഡ് തുടങ്ങിയിട്ടുള്ളൂ. അവിടെ നിന്ന് പരേഡിൻ്റെ എൻഡിങ് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിറയെ ആൾക്കാരായിരിക്കും. 1:30 ആകുമ്പോഴേക്കും ഇവിടെ പരേഡ് എത്തുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ എല്ലാത്തിനും ടിക്കറ്റ് വെച്ചിട്ടുള്ളതാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ കുട്ടികളെ കയറ്റി തുടങ്ങാൻ പോവാണ്. ഇതിനെല്ലാം പേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൗണ്ടറുകൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൽ കയറി നമുക്ക് റൈഡ് നടത്താം. കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഇതിൽ കയറി റൈഡ് നടക്കുന്നത്. ഇവിടെ അധികം വൈകാതെ തന്നെ ഒരു ലൈവ് മ്യൂസിക്കൊക്കെ നമുക്ക് കാണാം കേട്ടോ. എല്ലാം തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. പരേഡ് എൻഡ് ചെയ്യുമ്പോഴായിരിക്കും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണത്. പരേഡ് വന്നത് ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറില്ല എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ഇവിടെ പരേഡ് അവസാനിപ്പിക്കുന്നത് ഡൗൺ ടൗൺ കേംബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ ഇപ്പോൾ തന്നെ നിറയെ ആൾക്കാർ തിങ്ങുകൂടിയേക്കാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം. പരേഡ് ദേ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല ഭംഗിയാട്ടോ. ഭയങ്കര തിരക്കുമാണ് ഇവിടെ. ഇതിപ്പോൾ കാണിക്കുന്ന വില്ലേജ് കാറുകളുടെ ഷോയാണ്. ഇവിടുത്തെ പല വില്ലേജ് കാറും ഈ കാനഡയിൽ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ മനുഷ്യരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. എല്ലാ കാറുകളും ഇങ്ങനെ പോകാൻ നേരത്തെ എല്ലാവരും വിഷ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഈ പരേഡ് നടക്കണമെന്ന് പറഞ്ഞാൽ ഓരോ ക്ലബ്ബുകൾ ത്രൂ ആണ്. ഓരോ ക്ലബ്ബുകളുടെ ബാനറുകളുമായിട്ട് അവരുടെ അസിസ്റ്റൻസും മറ്റും ഇതിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ സിനിമ ക്യാരക്ടേഴ്സായിട്ട് കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും അവരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടാണ്. ഇതിലിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വന്നതാണ് സ്പൈഡർമാനാണ്. സ്പൈഡർമാൻ്റെ അടിപൊളി വേഷമാണ്. നിറയെ കുട്ടികളാണ് ആളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്.
വെയിറ്റ് We'll be ചെയ്യുന്നത്. at Riverside Park all day. ഒരു വലിയ ട്രക്കിൽ ഭയങ്കര മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ടീം തന്നെ നല്ല മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു മത്സ്യകന്യകയും അസ്ഥികൂടത്തിൻ്റെയും എല്ലാമായിട്ട് സെറ്റ് ചെയ്താണ് ഒരു വണ്ടി ഇതേ വന്നു. ഒരു ഭയങ്കര അസ്ഥികൂടത്തിൻ്റെ തലയും ഒരു ഫുൾ അസ്ഥികൂടമാണ്. ഒരു മത്സ്യകന്യ വന്നിട്ടുണ്ട് കേട്ടോ. The captain called all hands and swore he'd take the wheel in tow. Soon may the wellerman come to bring us sugar and tea. Happy Canada Day! Happy Canada Day! Happy Canada Day! ഒരു ബാൻഡ് സെറ്റുകാർ ഒരു ടീം ഇതേ പോകുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ്റെ എന്തോ ഇതാണ്. അവരുടെ ഒരു ബാനറും അവരുടെ ആൾക്കാരും കൂടിയുള്ളൊരു പരേഡാണ് ഈ കാണുന്നത്. രാധാകൃഷ്ണ മന്ദിർ എന്നാണ് പേര് കൊടുത്തിരുന്നത്. നമ്മുടെ നല്ല ചെണ്ടോട്ടൊക്കെ ഉണ്ട്. ഹനുമാൻ മിസ്സായിപ്പോയി അവിടെ പിറകെ കൂടെ ഓടുന്നുണ്ട്. സീതാദേവി പിറകെ കൂടെ ഓടുന്നുണ്ട്. ഇത് രാമനും ലക്ഷ്മണനാണ്. കുറേ കൂടെ നമ്മുടെ ഫയർഫോഴ്സും നല്ല സൈറനൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അത് അവരുടെ ഒരു കൾച്ചർ കാണിക്കുന്നതാണ്. ഈ പരേഡിന് ശേഷം ഈ വണ്ടികളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഏരിയയിലേക്കാണ് ഈ പോകുന്നത്.
ട്രക്കാണ് ഇവർ എടുത്തേക്കുന്നത്. ഇവിടുത്തെ പരേഡൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും പാർക്കിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കലാശക്കൊട്ട് പാർക്കിൽ കാണാം.